എല്ലാവർക്കും സന്നിധി കപ്പ് ഓഫ് ടീയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു, റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നൊരു ഹെൽത്തി ഫുഡ് ആയാലോ? ഇന്ന് നമുക്ക് മുട്ട കൊണ്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് കൊളസ്ട്രോൾ കൂടുന്നൊന്നും ആരും പേടിക്കേണ്ട, ഹെൽത്തി വിഭവം തന്നെയാണ്. ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ടയാണ് വേണ്ടത്. ഞാൻ 3 പേർക്കുണ്ട് ഉള്ള ഇതാണ് എടുക്കുന്നത്. ഞാനൊരു 6 മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്ത് കുറേ വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് സവോള, 1/2 കപ്പ് തക്കാളി, 1/2 കപ്പ് നമ്മുടെ ചുമന്ന ചീര ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ട് അരിയണേ, 1/2 കപ്പ് മുരിങ്ങയില, 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പോളം ക്യാബേജ്, കുറച്ച് മല്ലിയില. ഇത്രയാണ് ഇതിനകത്ത് ഞാൻ വെജിറ്റബിൾ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഹെൽത്തിയാന്ന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മുട്ടയാണെങ്കിലും അതിനകത്ത് വെജിറ്റബിൾസും ഇലയും ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സ് ആണ്. ഈ ഓട്സ് എന്ന് പറയുന്നത് ഞാൻ പാനിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് ക്രിസ്പ് ആക്കിയിട്ടുണ്ട് ഓട്സ്. അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പൈസസ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2-3 മുളക് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ചുമന്ന മുളക് പൊടിയുണ്ട്, നമ്മുടെ കുരുമുളക് പൊടിയുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടിയുണ്ട്, ചാട്ട് മസാലയുണ്ട് 1/2 ടീസ്പൂൺ. ചാട്ട് മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ആയാലും എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്പൈസസ് ഏതെങ്കിലും ഫ്ലേവർ വേണം, ഇന്ന ഫ്ലേവർ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് അതിനകത്ത് നിങ്ങൾക്ക് ഇടാം. പിന്നെ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ പാനിൽ ഒഴിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ എണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോയാലോ? ഇത് ഞാനൊരു പരന്ന ഇച്ചിരി വലിയ പാത്രം എടുക്കണം നിങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ മുട്ട ഇതിനകത്തോടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ ഇതിനകത്തുള്ള പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇടുക, ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് എരിവും എല്ലാം ഇട്ട് കറക്റ്റാക്കി വെക്കുക. നിങ്ങൾ വിചാരിക്കും ചീരയോ അല്ലെങ്കിൽ മുരിങ്ങയിലോ ഇടുന്ന വിചാരിച്ചതിന് ടേസ്റ്റ് വ്യത്യാസം ഒരുമാതിരി വരുമെന്ന്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. രാവിലെ പെട്ടെന്ന് നമുക്കിതൊന്ന് അരിയുന്ന പാടേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് വേണ്ടത്ര അളവിൽ ഓരോ ഓംലെറ്റ് ആയിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ ഒന്ന് പരത്തി നൈസായിട്ട് വെച്ച് കൊടുക്കണം. തീ സിമ്മിലായിരിക്കണം. ഇത് ഉണ്ടാക്കാൻ പാൻ തന്നെയാണ് നല്ലത്. ഇതിന് പുറത്ത് നമുക്ക് അല്പം കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് മതിയാവും. നിങ്ങൾ നോക്കുക അതിൻ്റെ വേവ്, അതനുസരിച്ച് തിരിച്ചിടുക. ഇത് ഒരു പുറം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ചിടാം. നിങ്ങൾക്കിത് സോസിൻ്റെ കൂടെയോ
ചട്നിയുടെ കൂടെയൊക്കെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. എന്താ സൈഡ് ഡിഷ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ, അല്ല ഇത് തനിയെ കഴിക്കുന്നത് നല്ലത് തന്നെ. അപ്പോൾ ഇത് ഏകദേശം ആയി കഴിഞ്ഞു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതായത് തിരിച്ചിട്ട് നോക്കാം. ഇതുപോലെ ഇത് വെന്തിട്ടുണ്ട്, കരിയരുത്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം.